ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അയ്യോ ഹലോ ഗൈസ് ഇങ്ങനെ ഹലോ ഗൈസ് ഹലോ ഗൈസ് നാണ വന്നു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയും? ഞങ്ങളുടെ ബർത്ത്ഡേ ഡ്രസ്സിന്റെ വ്ളോഗാണ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാ ഇത്, എവിടെന്നാ എടുത്തേ, എവിടെന്നാ തയ്ച്ചേ, അങ്ങനെ നമ്മൾ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് കുറെ ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അപ്പൊ എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബർത്ത്ഡേ ഡ്രസ്സ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഡ്രസ്സിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. നമ്മള് ഫസ്റ്റ് തന്നെ എന്റെ ഡ്രസ് കാണിച്ചേക്കാം. ഒരു തട്ടല്ലേ തട്ടല്ലേ പൊന്നാനെയാണ് നിൽക്കുന്നത്. പാട്ട് പിടിച്ചത് ഇത് പിടിച്ചത് ഫസ്റ്റ് ഇത് എന്റെ ഡ്രസ്സാണ് കേട്ടോ. ഇവിടെ ഞാൻ സിബൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ ഇത് 3 തരം മെറ്റീരിയൽസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു വർക്കിഡ് നമ്മുടെ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഒരു നെറ്റ്, പിന്നെ നമ്മുടെ സാധാ പ്ലെയിൻ നെറ്റ്, പിന്നെ സാറ്റിൻ തുണി. അത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. സാറ്റിൻ തുണി ഒരു 6 മീറ്റർ അത്ര എടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മീറ്റർ പ്ലെയിൻ നെറ്റ് 5 അതും 5.5 അത്ര എടുത്തിട്ടുള്ളൂ. ഇതൊരു 3.5 മീറ്റർ, ഈ വർക്ക് നെറ്റ് ഒരു 3.5 മീറ്റർ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞത് നെക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് അടിയിലേക്ക് ലൈനിങ് വെച്ചിട്ടില്ല, അതായത് സ്കേർട്ട് ഭാഗത്തിൻ്റെ അടിക്ക് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. ഈ സാറ്റിൻ തുണി പിന്നെ മുകളില് ഫ്രണ്ട് പോർഷൻസ് മിഡിലില്ലാണ്ട് ഫ്രണ്ടില് 2 ഭാഗമായിട്ട് വർക്ക് നെറ്റും ബാക്ക് ഫുൾ പ്ലെയിൻ നെറ്റാണ് വെച്ചിട്ടുള്ളത്. പ്ലെയിൻ നെറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പ്ലെയിൻ നെറ്റാണ് കേട്ടോ, സാധാ മറ്റേ ഹാർഡ് പ്ലെയിൻ നെറ്റ് അല്ല, സോഫ്റ്റ് പ്ലെയിൻ നെറ്റാണ്. ഇതിൻ്റെ കളറ് വീഡിയോയിൽ കാണുന്ന കളറ് തന്നെയാണ്. ഏകദേശം ഇത്തിരി കൂടി ഡാർക്കായി തോന്നും കളറ്. ഇപ്പോൾ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. ബാക്ക് ഞാൻ സിബ് വെച്ചിട്ടുണ്ട്. പിന്നെ ബോഡി ഭാഗത്ത് ഞാൻ സെയിം കളറ് ലൈനിങ് കോട്ടൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോഡിയിൽ മാത്രം ഏകദേശം ബോഡിയിൽ 3 പീസാണ് വരുന്നത്. വർക്ക് നെറ്റ്, സാറ്റിൻ തുണി, അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് വരുന്നുണ്ട് ബോഡി ഭാഗത്ത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റിച്ച് ഇവിടെ നമ്മളൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ട് പേളൊക്കെ വെച്ചിട്ടൊരു വർക്കിട് എന്താ പറയുക ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ലേസ്. ഇങ്ങനെയാണ് അപ്പം അതിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഫുൾ ഫ്രോക്കാണ്, അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് നിൽക്കും കേട്ടോ. പാർട്ടി വെയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഈ ബോഡി ഭാഗത്തേക്ക് വരുന്ന വർക്ക് നെറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഒരു 1.5 മീറ്റർ വന്നിട്ടായിരിക്കും. ഫുൾ കൈ സ്ലീവ് ആണ് വരുന്നത്, ഫുള്ളാണ് സ്ലീവ് വരുന്നത്. പിന്നെ താഴത്തേക്ക് ഇവിടെ ഞാൻ 1/2 മീറ്റർ ആണ് ഇവിടെ വർക്ക് നെറ്റ് വന്നിട്ടുള്ളത് 2 സൈഡിലേക്കും. പിന്നെ ഇവിടെ 1 മീറ്റർ ബാക്കിലേക്ക് പ്ലെയിൻ നെറ്റ്. പിന്നെ ഈ സാറ്റിൻ തുണി ഏകദേശം 6 മീറ്ററിൽ ഒരു 1 മീറ്ററോളമാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 5 മീറ്ററോളം എനിക്ക് ഏകദേശം വന്നിട്ടുണ്ട്.
വെട്ടി പീസ് ഒഴുകണം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്രോക്ക്. പിന്നെ ഡ്രസ്സ് ഇട്ട് എങ്ങനെ മോഡലിൽ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കുറേ പട്ടി ഷോകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോഡലിംഗ് അല്ല, ഡാൻസോ പാട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു പട്ടി ഷോകളാണ് എൻ്റെ വകയോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവിടെ ഇങ്ങനെ സിബ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിബ് കളയും. ഇപ്പൊ ഫീഡിങ് ഉള്ളത് കൊണ്ട് സിബ് വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ ബേബി ഫ്രോക്ക്. തിങ്കെടുക്ക വേണ്ട. ഇതും ഇതേ ബോഡി ഭാഗം ഞാൻ ട്രാൻസ്പെറൻ്റ് ആയി കൊടുത്തില്ല. ട്രാൻസ്പെറൻ്റ് ആയി ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നെക്ക്. പക്ഷെ നെക്ക് ട്രാൻസ്പെറൻ്റ് ആയി കൊടുക്കാനത് വേറെ ഒന്നല്ല, അവൾക്ക് ഇങ്ങനെ കുത്തി തറച്ചാലോ വെച്ചിട്ട് കുറച്ച് മരമരപ്പുള്ള ഇതാണ്. പക്ഷെ ഇതിലടിഞ്ഞ് വലിക്കുക. കുറച്ച് മരമരപ്പുള്ളൊരു വർക്ക് നെക്കാണ്. പിന്നെ ഇവിടെ നമ്മൾ സോഫ്റ്റ് നെറ്റ് തന്നെ അടിയിലൊരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ കൈ സാധാ ഒരു കൈയിനെ കൊടുത്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എക്സ്ട്രാ വെക്കാതെ വെച്ചു. പിന്നെ അത് ആർഭാടായി കഴിഞ്ഞാൽ ഇടാനും ഉപയോഗിക്കാനും നമുക്ക് ഇതാവുന്ന വെച്ചിട്ടാണ്. പിന്നെ ഒരു വള്ളി വെച്ചിട്ടുണ്ട്. അടിയിൽ ഇങ്ങനെ പഫ് പോലെ അത്യാവശ്യം ഈ ഒരു പഫിന് നമുക്കൊരു 4.5 മീറ്റർ തുണിയോളം വന്നിട്ടുണ്ട്. ഈ തുണി ഞാൻ മൊത്തത്തിൽ 5 മീറ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവൾക്ക് തന്നെ നമുക്ക് 4 മീറ്റർ തുണി വന്നിട്ടുണ്ട്. അപ്പോൾ പഫിന് തന്നെ ഒരു 3 മീറ്ററോളം തുണി പഫിന് വന്നിട്ടുണ്ട്. ഇവർക്ക് അധികം വന്നിട്ടില്ല, ഒരു തുണി തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ. പിന്നെ ഇവൾക്ക് ഞാൻ ആ ഉള്ളിൽ എന്താ സാറ്റിൻ തുണി, മുകളിൽ ഈ വർക്ക് നെറ്റ്, ഉള്ളിൽ സാറ്റിൻ തുണി, അതിൻ്റെ ഉള്ളിലൊരു ലൈനിങ് വെച്ചിട്ടുണ്ട് വൈറ്റ്. അപ്പോൾ ഇവിടെ ലെയർ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സോഫ്റ്റ് നെറ്റ് അതിനാണ് പഫ് വെച്ചിട്ടുള്ളത്. പിന്നെ സാറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ഈ നെറ്റ് വെച്ചിട്ടുണ്ട് കുന്തിക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ ലൈനിങ് അങ്ങനെയാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പഫായി പൊന്തി നിൽക്കുന്നൊരു മോഡൽ തന്നെയാണ്. പിന്നെ നമ്മളിത് ഇത്തിരി ഇറക്കത്തിലാണ് തയ്ച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയും യൂസ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് ഇറക്കത്തിലാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കിട്ടുമെന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അത് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമുക്ക് മൊത്തം ഇതിന് വന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 2000 ഉള്ളിലാണ്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വരുന്നില്ല. അതേപോലെ സ്റ്റിച്ചിങ് ചാർജ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസിന് മൊത്തമായിട്ടൊരു 2000 ആണ്. നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതാണ്. നമ്മൾ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിനും ബൊട്ടിക്കും. പിന്നെ അതൊന്നും എനിക്ക് അത്ര തൃപ്തികരമില്ലാത്തതുകൊണ്ടും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായി ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടിക്കുന്ന ഇവിടെ ഒരു 1/2 മീറ്ററിൻ്റെ നമ്മുടെ ആ ത്രെഡ് വെച്ചിട്ടുണ്ട്. സെയിം തന്നെയാണ് എൻ്റെ അത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം. ബാക്ക് സിബാണ് കേട്ടാ, സിബാണ് ഇട്ടാലോ. നമ്മുടെ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഡ്രസ്സും അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് മോഡൽസ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ എന്ന് പറയുന്നത് ഞാൻ കുറേ മോഡൽ ഇങ്ങനെ റെഫർ ചെയ്ത് അതിൽ നിന്ന് ഞാൻ തന്നെയായിട്ട് കണ്ടുപിടിച്ച മോഡലാണ്. പിന്നെ വലിയൊരു മോഡലൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ട് വളരെ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ണീനെ വെച്ച് മാനേജ് ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. വളരെ 3 ദിവസം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതും കുറേ തിരക്ക് പിടിച്ച ദിവസങ്ങളുള്ളിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. പിന്നെ മോളുള്ളത് കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇഷ്ടമല്ല ഒന്നും കൂടി പറയാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ അപ്പോൾ ഒന്നുകൂടി പറയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും